കൃഷ്ണ ഹരേ നാരായണ. തന്നുടെ മധുരയിൽ രാമനു ഒരുമിച്ചു, പിന്നീടം വേണ്ടതെല്ലാം ഒന്നിച്ചു വിചാരിച്ചു. മായയാ മനുഷ്യനായി ഇടിനജകൽപ്പതി ആയുധമില്ലാതെ പോയി സ്വസ്ഥഭാവത്തെ പൂണ്ടു. യവന വ്യൂഹം വന്ന് ചുഴലും സഭാമധ്യേ കേവല പരമാർത്ഥം ചെന്നു നിന്നതു നേരം. കണ്ടിതു യമനു ചതുർഭാഗങ്ങളോടു കൊണ്ടൽ വർണ്ണവും ശ്രീവത്സാഭയും വനമാല ഗ്രീവാ സുശോഭയും നല്ല കൗസ്തുഭമണിപ്രഭാ പീതവാസസും പത്മനേത്രങ്ങൾ കുണ്ടലങ്ങൾ ശോഭിത മൃദുഹാസമാർദ്രമാനനവും ശോഭിച്ചു വിഷ്ണു രൂപമായി കണ്ടു കൃഷ്ണൻ തന്നെ. അന്നേരം യവനനും നാരദവാക്യമെല്ലാം ഒന്നൊഴിയാതെ കണ്ടു കൃഷ്ണനെന്നുറച്ചിതു. ആയുധം ഇവനൊന്നുമില്ലാതെ നിൽക്കയാലെ ആയുധം കൂടാതെ ഞാൻ യുദ്ധത്തെ ചെയ്യുക വേണം. ഏവം ചിന്തിച്ചു പാഞ്ഞങ്ങെത്തിനാൻ യവനനും. ദേവദേവേശൻ ഇവൻ എന്നാലേ അവധ്യന എന്നു നിർണയിച്ച് അതിഭീതിയും ഭാവിച്ചിട്ടു മന്ദമായി മണ്ടി കൂടെ ഓടിനാൻ യവനനും. ചെന്നുടൻ പിടിക്കാമെന്നോർത്തുടൻ പിടിക്കുമ്പോൾ പിന്നെയും അല്പം ദൂരം കണ്ടിടും മുകുന്ദനെ. പിന്നെയും ഓടിച്ചെല്ലും അപ്പോഴും അങ്ങനെ തന്നെ. പിന്നെയോ ഈ വണ്ണമായി പാഞ്ഞുടൻ നടക്കയും. കിട്ടിയെന്നോർക്കും നേരം കിട്ടാഞ്ഞ് യവനനും ദുഷ്ടനായി കോപശിശു നിൽക്ക നിൽക്ക നീ എന്നു നിൽക്കയെന്നും നീ എന്നേത് വംശം ജനിച്ച ജനമാരും പൊയ്യല്ല ശത്രുഭിത്യാ മണ്ടീല പണ്ടാരുമേ. നില്ലടാ നീ വെൺമുന്നിലെ രക്ഷണം വല്ലഭമുള്ള നിന്റെ ചന്തങ്ങൾ കാട്ടിത്തരാം. ഇത്തരം യവനന്റെ നിന്ദാവാക്കുകളൊന്നും ചിത്തത്തിൽ കേട്ടില്ലെന്ന് ഭാവിച്ചു ചെന്നു കൃഷ്ണൻ. പർവ്വതഗുഹവുക്ക് വഴിയേ യവനനും ദുർവചനങ്ങൾ ഓരോന്ന് ചൊല്ലിക്കൊണ്ടേറ്റവും